പണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വഴിയിലാണ് ഇപ്പം വന്ന് ഇറങ്ങിയതും. അവൻ ചക്ക പറിച്ചിരുന്ന പ്ലാവിൻ്റെ ചോട്ടിൽ അവൻ വന്ന് ഇറങ്ങിയത്. ഒരുപാട് കണ്ടിട്ടുള്ള ആന, ഒരുപാട് ഓടിച്ചും ഞങ്ങളെ ഓടിച്ചുമൊക്കെ ഒരുപാട് പരിചയമുള്ള ആനയത്. വാഗേരിയിൽ കടുവയെ പിടികൂടുന്ന ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന രണ്ട് കൊമ്പന്മാരാണ്. ഒന്ന് വിക്രമും ഭരതും. വിക്രം എന്നു പേരുള്ള കൊമ്പനെ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. നേരത്തെ വളരെ കുപ്രസിദ്ധി ആർജിച്ച പേരായിരുന്നു ഇവൻ്റേത്. വടക്കനാടൻ കൊമ്പൻ എന്നറിയപ്പെട്ടിരുന്ന കുപ്രസിദ്ധിയുള്ള ആനയായിരുന്നു. അവൻ്റെ മേഖലയായിരുന്നു ഇത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം 2019 ഇതിനെ പിടികൂടുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ ഈ ആന വലിയ രീതിയിലുള്ള അലോസരമാണ് ഈ മേഖലയിൽ സൃഷ്ടിച്ചിരുന്നതെന്ന് നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരം ഓർമ്മകളും ആളുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ആനയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഓർമ്മകൾ? അത് വളരെ അധികം ഭീകരത സൃഷ്ടിച്ചൊരു ആനയായിരുന്നു. ഏകദേശം ഒരു വൈകിട്ട് 8 മണിയാകുമ്പോൾ തന്നെ അവൻ മതിലിൽ ചാടി പുറത്തിറങ്ങി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. കാരണം പറമ്പിലുള്ള നമ്മുടെയൊക്കെ പ്ലാവൊക്കെ കംപ്ലീറ്റ് ഉണക്കി. കാരണം ഇവൻ കയറി കുത്തി തൊലി പൊളിച്ചിട്ട് പ്ലാവെല്ലാം ഉണങ്ങി. അതുപോലെ തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെയായിരുന്നു പിന്നീട് അവനെ പിടിച്ച് മെരുക്കി ഒരു കുങ്കിയാക്കി മാറ്റിയത്. ഒരുപാട് ശല്യങ്ങളുണ്ടായിരുന്നു. നാട്ടുകാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ഭീകരത സൃഷ്ടിച്ചൊരു ആനയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ കൊലപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് അറിയില്ല. നിങ്ങളുടെ ഫാം ഷെഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നത്? അതെ, ഫാമിൻ്റെ ഷെഡിൽ കൂടിയായിരുന്നു അവൻ്റെ യാത്രേൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ സന്തോഷമാണെങ്കിലും പണ്ട് നമ്മളെ അത്രയധികം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ആനയായിരുന്നു ഇത്. ഏറെ ഭയം സൃഷ്ടിച്ചിരുന്നു ഈ മേഖലയിൽ ശരിക്കും. അതായത് സന്ധ്യ ആകുമ്പോൾ തന്നെ ഇവൻ പിന്നെ ഇറങ്ങുമായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ അവൻ്റെ പഴയ റീജിയനിലൂടെ അടിച്ചു പൊളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട്. അപ്പോൾ ഇനി അടുത്തയാളും കൂടി വരാനുണ്ട്. ശരിക്കും അവൻ്റെ ഒരു റീജിയൻ ആയിരുന്നു ഇതല്ലേ? പണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വഴിയിലാണ് ഇപ്പം വന്ന് ഇറങ്ങിയതും. അവൻ ചക്ക പറിച്ചിരുന്ന പ്ലാവിൻ്റെ ചോട്ടിൽ അവൻ വന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ്റെ റീജിയനിലൂടെ അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കും. ശരിക്കും ഈ നിങ്ങൾക്ക് ഒരു ഓർമ്മകൾ ഉണ്ടാവുമല്ലോ ഈ വടക്കനാടൻ കൊമ്പൻ? ഒരുപാട് കണ്ടിട്ടുള്ള ആന, ഒരുപാട് ഓടിച്ചും ഞങ്ങളെ ഓടിച്ചുമൊക്കെ ഒരുപാട് പരിചയമുള്ള ആനയത്. നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ ഓടിച്ചിട്ടുണ്ട്, ഞങ്ങളും ഓടിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഞാൻ കന്നേലയും കൊണ്ട് കാട്ടിലൊക്കെ പോകുന്ന ഇഷ്ടം പിടി കാണാറുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നോക്കി മാറി പോകലാണ് സാധാരണ എവിടെയിലേക്കുണ്ടല്ലോ. അങ്ങനെ ഓടിക്കില്ല. പിന്നെ മുട്ടിക്കഴിഞ്ഞാൽ ഓടിക്കലുണ്ട്. എന്നെ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്. നമ്മൾ പറമ്പിലൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. അവൻ്റെ മേഖലയിലാണ്. അതെ, പിന്നെ അതെ. കടുവ ദൗത്യത്തിന്റെ ഭാഗമാണ്. അതായാലും നന്നായി. എങ്ങനെയാലും കടുവാനെ പിടിച്ചാൽ മതി. ഇനി വന്നു കഴിഞ്ഞാലും നല്ല സന്തോഷം. പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ മേലാത്തൊരവസ്ഥയായപ്പോഴത്തേക്ക് ആയപ്പോഴേക്ക്. ശരി. എന്തായാലും ഒരു ആനയ്ക്ക് എതിരെ ഒരു നിരാഹാര സമരം വരെ നടന്ന പ്രദേശമാണിത്. കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള അലോസരം ഈ ആന ഇവിടെ സൃഷ്ടിച്ചിരുന്നു. വടക്കനാടൻ കൊമ്പൻ എന്ന കുപ്രസിദ്ധി ആർജിച്ച പേരായിരുന്നു ഈ ആനയ്ക്കുണ്ടായിരുന്നത്. പലപ്പോഴും ഇവിടുത്തെ കൃഷിത്തോട്ടത്തിൽ ഇറങ്ങുകയും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്ത കൊമ്പനാണിത്. അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തിൻ്റെ, അതായത് ഇപ്പോൾ ഒരു കടുവയെ പിടികൂടുന്ന ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു ഈ വടക്കനാടൻ കൊമ്പൻ എന്നറിയപ്പെടുന്ന വിക്രം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ഭരത് എന്ന കുപ്രസിദ്ധി ആർജിച്ച കല്ലൂർ കൊമ്പനും ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ 2 ആനകളാണ് ഈ ഡോക്ടർ അരുൺ സക്കറിയ നേതൃത്വം നൽകുന്ന സംഘത്തിനൊപ്പം, RRT സംഘത്തിനൊപ്പം വനത്തിനകത്തേക്ക്, വനമേഖലയിലും തോട്ടം മേഖലയിലും പരിശോധന നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള ദൗത്യം വാഗേരിയിൽ തുടരുകയാണ്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.